വചനം നിമിത്തം നിങ്ങളെ വിശുദ്ധീകരിക്കുന്നു. വചനത്താലുള്ള വിശുദ്ധീകരണം. വചനം കേൾക്കുമ്പോൾ, ജീവിതത്തിൽ ഒരുക്കം വരുത്തുമ്പോൾ, ജീവിതത്തിലെ ക്രമക്കേടുകളെ ഏറ്റുപറഞ്ഞ് രക്ഷിക്കുമ്പോൾ വചനത്താൽ ശുദ്ധീകരണം. യേശുവിന്റെ രക്തം സകല പാപം പോക്കി നമ്മെ വിശുദ്ധീകരിക്കുന്നു. കാൽവരി ക്രൂശിൽ മാനവകുലത്തിന്റെ പാപത്തിനു വേണ്ടി അവസാനത്തിൽ രക്തം ഊറ്റിയവർ ആ രക്തത്തിൽ ആശ്രയിച്ച് ഏറ്റുപറയുമ്പോൾ പാപക്കറ കഴുകി വെടിപ്പാക്കോ. നമ്മെ കഴുകി വെടിപ്പാക്കാൻ യേശുവിന്റെ രക്തം. മൂന്ന്, പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധീകരണം പ്രാപിച്ച അനുസരണം കാണിപ്പാനെന്ന് വചനം വ്യക്തമാക്കുമ്പോൾ ആത്മാവിനാൽ വിശുദ്ധീകരണം. ദൈവിക വിശുദ്ധിയുടെ ശ്രേഷ്ഠത തിരിച്ചറിഞ്ഞ് ഇന്ന് പകലിലെ ആരാധനയ്ക്കിരിക്കുമ്പോൾ പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ബോധം വരുത്തുന്ന ദൈവോധനത്തിനു മുമ്പിൽ തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ഒരുക്കപ്പെടാൻ ഒരവസരം കൂടെ ദൈവം നമുക്ക് തരുമ്പോൾ തള്ളിക്കളയരുത്. ഏറ്റെടുത്ത് വിശുദ്ധീകരണം പ്രാപിക്കണം. ദൈവം വിശുദ്ധനാണ്.